ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ അറയിൽ എങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ്. അതിനെ തുടർന്ന് വരുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഫസ്റ്റ് മെത്തേഡിന്റെ പേരാണ് indexOf. indexOf ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കൊടുക്കുന്ന വാല്യൂവിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് indexOf ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വാല്യൂ സെലക്ട് ചെയ്ത് കണ്ടെത്തുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു വാല്യൂ എന്നുള്ളത് അറേൻ്റെ ഉള്ളിൽ ഏത് ഭാഗത്ത് ഏത് പൊസിഷനിലാണ് എന്ന് നമുക്കത് കണ്ടെത്തുകയും ചെയ്യും. അത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വലിയ അക്ഷരമാണെങ്കിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരമാണെങ്കിൽ ചെറിയ അക്ഷരവും എന്ന രൂപത്തിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ ഒരു അറേ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്നെഴുതി അതിനുശേഷം നമ്മളിവിടെ ഒരു വാർ ക്രിയേറ്റ് ചെയ്തു, ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, അറേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പേരുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഒരു പേര് ചേർത്തു, അതിനുശേഷം കോമ ഇട്ട് കൊടുക്കുക, എന്നിട്ട് രണ്ടാമത്തെ ഒരു പേര് കൂടി ചേർത്തു, അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം മൂന്നാമത്തെ ഒരു പേര് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്ര പേരാണോ വേണ്ടത് അതെല്ലാം നമ്മളിവിടെ വന്ന് 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ മറ്റൊരു അറേ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ പേര് നമ്മൾ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആൻസർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഡോട്ട് indexOf ഇട്ടതിന് ശേഷം നമുക്കിതിന്ന് ഏത് വാല്യൂവിൻ്റെ പൊസിഷനാണോ നമുക്ക് തിരയേണ്ടത് ആ വാല്യൂവിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. നമുക്കിവിടെ അനു എന്ന വാല്യൂവിൻ്റെ പൊസിഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അനു എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ആൻസർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതിൻ്റെ പൊസിഷൻ ഏതാണോ അത് നമുക്കിവിടെ കാണിച്ചു തരും. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ വാല്യൂ ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അതായത് ഈ അമ്മു എന്നുള്ളത് 0യും അനു എന്നുള്ളത് 1 എന്ന രൂപത്തിലാണ് വരുന്നത്. ഇവിടെ വലിയ അക്ഷരത്തിന് പകരം നമ്മൾ ചെറിയ അക്ഷരമാണ് ചേർത്ത് കൊടുത്തതെങ്കിൽ നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ എറർ ആയിരിക്കും വരിക. കാരണം നമുക്ക് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ കേസ് സെൻസിറ്റീവ് ആയിരിക്കണം. അതായത് വലിയ അക്ഷരമാണെങ്കിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരമാണെങ്കിൽ ചെറിയ അക്ഷരവും നമ്മളിവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മെത്തേഡാണ് isArray. കൊടുക്കുന്നത് അറയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളൊരു പ്രൊജക്റ്റിൽ കുറേ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് അറയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് isArray ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ വന്ന് ഡോക്യുമെന്റ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് നമ്മൾ കൊടുത്ത അറേൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് isArray എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ അറേൻ്റെ പേരെന്താണെങ്കിൽ അത് നമുക്ക് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ അറേ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അറേ. എന്നിട്ട് നമ്മൾ അവിടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തത് അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് അറേ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ട്രൂ എന്ന് കാണിച്ചു തരും. ഇനി ഇവിടെ നമ്മൾ അറേ അല്ലാത്ത ഏതെങ്കിലും ആയിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അറേ അല്ലാത്ത ഏതെങ്കിലും ഒന്നാണ് നമ്മളിവിടെ അറേ അല്ലാത്ത രൂപത്തിലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഫാൾസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമ്മളൊരു വേറെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ a = 10 ഇട്ടതിന് സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തു. ഇവിടെ ഈ a എന്നുള്ള വാല്യൂ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ a എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്, ഫാൾസ് ആയിരിക്കും വരിക. കാരണം അത് അറേ അല്ല എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്നത് വാല്യൂ അറേയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് isArray എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ മറ്റൊരു മെത്തേഡാണ് ജോയിൻ എന്നുള്ളത്. ജോയിൻ എന്ന മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അറേ ഇൻഡെക്സ് വാല്യൂ പോയിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വാല്യൂ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ജോയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു,
ചെയ്തു. ഇതിൻ്റെ പേര് നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ഇട്ടു. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായിട്ടാണോ ജോയിൻ ചെയ്യേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയൊരു ഡാഷാണ് ഇട്ട് കൊടുത്തത്. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത അറേ ഇൻഡെക്സിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ നമ്മൾ ആ കൊടുത്ത ഈ ജോയിൻ ചെയ്ത വാല്യൂ ഏതാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത അക്ഷരം ഏതാണോ അത് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു എക്സ് എന്നുള്ളൊരു അക്ഷരമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ പേര് കഴിയുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ് ഇട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ വന്നൊരു ഈക്വൽ ടു ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഓരോന്നിൻ്റെ ഇടയിൽ നമുക്ക് ഈ രൂപത്തിൽ ഈക്വൽ ടു ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തത് ഇൻഡെക്സ് ഓഫ്, അതേപോലെ തന്നെ രണ്ടാമത്തത് isArray, മൂന്നാമത്തത് ജോയിൻ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.